തിരിയില്ല. ഹെജുമണി, കിടുങ്ങാമണി എന്നൊക്കെ പറയും. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പറയുന്ന പരിഹസിക്കുന്നൊരു വീഡിയോ. അത് കണ്ടപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്കൊന്ന് മനസ്സിലായത്. ഒന്ന്, ഇവരുടെ തോന്നലുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അക്കാദമിക് പരിസരം അല്ലെങ്കിൽ ഇവിടെ ഒരു അറിവ് അങ്ങോട്ടുള്ള ഒരു പരിഹാസം അതിവിടെ ജീനിൽ തന്നെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സാമൂഹിക നീതി എന്ന് പറയുന്ന ഒരു ആശയത്തോട്, എന്ന് പറയുന്ന ഓരോ ആശയത്തോട് ഇവർക്കുള്ളൊരു പരിഹാസമാണ് അതിൽ കാണേണ്ടത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഫ്രട്ടേണിറ്റിയുടെ ഒരു ആശയമല്ലല്ലോ. നിങ്ങൾ മഹാത്മാ അയ്യങ്കാളി എടുക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള വ്യത്യസ്ത സമരങ്ങൾ ശ്രീമത്ത സംസ്ഥാനത്തിൽ സൂചിപ്പിക്കണ്ടായി. ഇപ്പോൾ അത് വില്ലുവണ്ടി സമരമാണെങ്കിലും അത് കേവലം ഒരു വഴി പ്രശ്നം, ഒരു യാത്രാ പ്രശ്നമായിരുന്നില്ല. കേരളത്തിൽ പൊതു റോഡ് ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ പൊതുവായ ഒരു വഴി, എല്ലാവർക്കും മുഴുവൻ മനുഷ്യന്മാർക്കും കയറി നിൽക്കാൻ പറ്റുന്ന ഒരു വഴി, അങ്ങനെ ഒരു പൊതുവഴി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് ഈ സമരത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടി ഒരു പൊതുവഴിയില്ല, എല്ലാ ജാതിക്കാർക്കും എല്ലാ മനുഷ്യന്മാർക്കും കയറാൻ പറ്റുന്ന ഒരു സ്പേസ് ഇല്ല. പൊതുവിദ്യാഭ്യാസം, നമ്മൾ ഭയങ്കര സാർവത്രിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് വലിയ കൺസെപ്റ്റൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ. മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഐഡിയ കോയിൻ ചെയ്യുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ സമരങ്ങൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമരപ്രവർത്തനങ്ങൾക്കും അതിനുശേഷമുള്ള കേരളം, മുന്നത്തെ കേരളം രണ്ടായിട്ട് തന്നെ കാണണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മമ്പറം തങ്ങളിലേക്ക് വരുമ്പോൾ മമ്പറം തങ്ങൾ കേവലം പലപ്പോഴും മമ്പറം തങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു സമുദായത്തിൻ്റെ ഒരു ലീഡർ, ഒരു ആത്മീയ വ്യക്തിത്വം, അതുമല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫെഖഹി പണ്ഡിതൻ എന്നൊരു ഐഡിയയിലാണ് നമ്മൾ പലപ്പോഴും മമ്പറം തങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യലും ഒരു പൊതു ഇടത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ. മമ്പറം തങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളല്ല, മമ്പറം തങ്ങന്മാർ. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ തന്നെ നമുക്ക് വേറെ ആയിട്ടാണ് മനസ്സിലാവുക. അദ്ദേഹം സമരങ്ങൾ നടത്തുന്ന ഒരു സമുദായത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല. അദ്ദേഹം അത് സാമൂഹിക നീതി, മുഴുവൻ ആളുകൾക്കും പ്രോപ്പറായിട്ട് വസ്ത്രം ധരിക്കാനുള്ള, പ്രോപ്പറായിട്ട് നടക്കാനുള്ള, പ്രോപ്പറായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സമരപ്രവർത്തനം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഒരു സമയത്ത് കേരളീയ ചരിത്രം മറന്നുപോയ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താണോ ആവശ്യമുള്ളത്, പ്രത്യേകിച്ച് EWS കേരളത്തിൽ നടപ്പാക്കുന്ന സമയമാണ്. സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞ സംഗതി നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം, സംവരണം എന്ന ഐഡിയലിന്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്ന പ്രവർത്തനം നടക്കുന്ന സമയം, കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ബോധപൂർവം ഗവൺമെന്റുകൾ തന്നെ, പവറുള്ള ആളുകൾ തന്നെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലൊരു ചർച്ചാ സംഗമം അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ ഈ വിഷയത്തിൽ നമ്മൾ എടുക്കുന്നത്. അത് വലിയ സാധ്യതകൾ, വലിയ തുറവികൾ, വലിയ ആലോചനകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സ്വഭാവത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യാൻ ഏറ്റവും നല്ല ഗസ്റ്റുകളെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാബുരാജ് ഏട്ടനുണ്ട്, അദ്ദേഹം ആക്ടിവിസ്റ്റാണ്, എഴുത്തുകാരനാണ്. ഇയാളെ വിഷയങ്ങളിൽ മറ്റു ചിന്തകൾ വളരെ ദൈക്ഷണികമായ ചിന്തകൾ നമുക്ക് പകർന്നു തരുന്ന ആളാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ആളായിട്ടുള്ളത്. അതോടൊപ്പം ഡോക്ടർ മൊയ്ൻ മലയമ്മയുണ്ട്. അദ്ദേഹം മമ്പുറം തങ്ങളെ കുറിച്ച് ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള ആളാണ്. വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ, വ്യത്യസ്ത കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. മമ്പുറം തങ്ങൾ ഹെറിറ്റേജ് ഇതിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ താഹിർ റിസർച്ച് സ്കോളറാണ്. അപ്പോൾ ഞാൻ അധികം സമയം ഇൻട്രൊഡക്ഷനിലേക്ക് ചെലവഴിക്കുന്നില്ല. അവതരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെയും അവതരണങ്ങൾ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ, ആഡോണുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ നോട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോകാൻ, ഓരോരുത്തരുടെ ഡിസ്കഷനിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ അവതരണത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ബാബുരാജേഷിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു.